ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ലവ് ലാപ്പിൻ്റെ ബെഡ് റെയിലിനെ കുറിച്ചിട്ടുള്ളതാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു പ്രോഡക്റ്റിനെ പറ്റിയൊരു വീഡിയോ ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് ആമസോണിൽ നിന്നാണ്. നമുക്ക് കുട്ടികളെ ബെഡിൽ കിടത്തി പോകുമ്പോൾ കുട്ടി വീണു പോകുമോ എന്ന് ഭയങ്കര ടെൻഷനുള്ള കാര്യമാണ്. അപ്പോൾ അതിനുള്ളൊരു സൊല്യൂഷനാണ് ബെഡ് റെയിൽ. ഇതിപ്പോൾ ലവ് ലാപ്പിൻ്റെ ബെഡ് റെയിലാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഇൻസ്റ്റലേഷൻ വീഡിയോ ആണ് ഞാൻ ഇതിൽ ചെയ്തിട്ടുള്ളത്. ഇതിലിപ്പോൾ ബെഡ് റെയിലിൻ്റെ കുറച്ച് റോഡ്സ്, അതുപോലെ ഒരു മെഷ് ക്ലോത്ത്, ഒരു കണക്ടർ, പിന്നെ ഒരു ഇൻസ്ട്രക്ഷൻ മാനുവൽ, ഇതൊക്കെയാണ് ഇതിലുള്ളത്. ഇതിൻ്റെ ഇൻസ്റ്റലേഷനൊക്കെ ഇതിൻ്റെ മാനുവലിൽ കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഞാനല്ല, എൻ്റെ ഹസ്ബൻഡായിരിക്കും. അപ്പോൾ ആ വീഡിയോയിലേക്ക് പോകാം നമുക്ക്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്, സപ്പോർട്ട് ചെയ്യുക. ബെഡ് റെയിലാണ്, സേഫ്റ്റി പ്രീകോഷൻസിൻ്റെ ഭാഗമായിട്ട് ഉള്ള ബെഡ് റെയിലാണ്. ഓക്കെ, കുട്ടികൾ നമ്മൾ ഇപ്പം 1 വയസ്സ് ആയിക്കഴിഞ്ഞാൽ എണീറ്റ് നടക്കും. അപ്പം കൃത്യമായിട്ട് വേണ്ട ഒരു സാധനമാണ് ബെഡ് റെയിൽ എന്ന് പറഞ്ഞാൽ. 6 മാസം മുതൽ ഇത് സ്റ്റാർട്ട് ചെയ്യാം. ബെഡ് റെയിൽ മീൻസ് കട്ടിലിൻ്റെ സൈഡിലും കട്ടിലിൻ്റെ താഴ്ഭാഗമായിട്ട് ഏതെങ്കിലും ഒരു സൈഡ് നമ്മൾ ചുമരോട് അടുപ്പിച്ചിട്ടായിരിക്കും കട്ടിൽ വെക്കുന്നുണ്ടാവുക. അപ്പം ഒരു സൈഡും പിന്നെ അതിൻ്റെ താഴ്ഭാഗമായിട്ട് എൽ ഷേപ്പിലാണ് ഈ ബെഡ് റെയിൽ വരുന്നത്. ഞാനിപ്പോൾ ഇവിടെ വാങ്ങിയത് ഒരു സൈഡ് മാത്രമാണ്, ജസ്റ്റ് ഒന്ന് അത് ഫിറ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫിറ്റിങ്സ് അങ്ങനെ, ഇത് കുറേ ബ്രാൻഡുകളുണ്ട്. ലവ് ലാപ്പാണ് വാങ്ങിയത്. ഓക്കെ, നമുക്കിതിൻ്റെ ഫിറ്റിങ്സ് എങ്ങനെയാണെന്ന് നോക്കാം. 2 ലെഗുകൾ വരുന്നുണ്ട്. ഒന്ന് ഈ മുകൾ ഭാഗത്തും ഒന്ന് കട്ടിലിൻ്റെ ബോർഡർ സൈഡിലും ഫിറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇതിൻ്റെ രണ്ടാമത്തെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ടാമത്തെ ഭാഗം ആ താഴ്ഭാഗത്ത് എടുക്കുന്ന ബെഡ് റെയിലാണ്. അത് ഞാൻ വാങ്ങിയിട്ടില്ല. അത് ഇതിൻ്റെ ഫിറ്റിങ്സ് നോക്കിയതിന് ശേഷം രണ്ടാമത് വാങ്ങാൻ വിചാരിച്ചു. കാരണം ഇപ്പം കുട്ടികൾക്ക് 7 മാസം 8 മാസം ആയിട്ടും എണീറ്റ് നടക്കാനുള്ള പ്രായമായിട്ടില്ല. എണീറ്റ് നടക്കാനുള്ള പ്രായം ആയിക്കഴിഞ്ഞാൽ താഴ്ഭാഗം കൂടി കവർ ചെയ്യേണ്ടി വരും. ഇത് 2 ലെഗാണ്. ഓൾറെഡി അത് ജോയിൻ ചെയ്തിട്ടാണ് വന്നിട്ടുണ്ടാവാം. രണ്ടാമത് ഇതിൻ്റെ മുകളിലാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഫിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അത് നമുക്ക് നോക്കാം. ഇതിലൂടെ നെറ്റ് കണ്ടിട്ടോ. ഈ നെറ്റ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ കവറേജ്, നിങ്ങൾ ആദ്യം ഈ ബെഡ് റെയിൽ മീൻസ് അതിൻ്റെ ഒരു കവറേജ് എങ്ങനെയാണുള്ളത് ഈ നെറ്റ് കാണിച്ചു തരും. നെറ്റിന് ബാക്ക് സൈഡിലുണ്ട്, ഫ്രണ്ട് സൈഡുണ്ട്. ഫ്രണ്ട് സൈഡിൽ ഒരു ബാഗാണ്. ഇത് ബാഗ് പുറത്തേക്ക് വരുന്ന രീതിയിലായിരിക്കണം ഇത് ഫിറ്റ് ചെയ്യേണ്ടത്. നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് കവറേജ് നിൽക്കുക. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 ലെഗും ബാക്കിയുള്ള ജോയിൻസ് ഒക്കെ ഫിറ്റ് ചെയ്തതിന് ശേഷം അത് ഈ നെറ്റിൻ്റെ 2 ഭാഗത്തുമായിട്ട് ഇതൊരു സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു പോർഷൻ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിലൂടെയാണ് ഇതിൻ്റെ ബാക്കിയുള്ള ഫിറ്റിങ്സ് ഒക്കെ ചെയ്യേണ്ടത്. ഓക്കെ, കാണിച്ച ലെഗിൻ്റെ മുകളിലേക്ക് ഇത് കണക്ട് ചെയ്യാണ് രീതി. ഇത് കണക്ട് ചെയ്യുന്നതിൻ്റെ രീതി ഇതിനോട് ചേർത്തിട്ട് ഇത് 6 അടി, എല്ലാ കട്ടിലും 6 അടിയാണ്. അതിൻ്റെ ബാക്കി വീതിയാണ് ഓരോ കട്ടിലിനും വ്യത്യാസം വന്നുകൊണ്ടിരിക്കുക. 6 6 ഉണ്ട്. ഇത് ക്വീൻ സൈസാണ്, കിങ് സൈസ് അല്ല. കിങ് സൈസിനാകുമ്പോൾ അതിൻ്റെ രീതിയിലുള്ള ബെഡ് റെയിൽ വേറെ ഉണ്ട്. ഓക്കെ, ഇത് ഇതേപോലെ ലെഗിലേക്ക് കണക്ട് ചെയ്യുന്നതാണ് രീതി. ഒന്ന് കണക്ട് ചെയ്തു, രണ്ടാമത് ഇതേപോലെ തന്നെ കണക്ട് ചെയ്യാം. അതുപോലെ മൂന്നാമത്തേത് കണക്ട് ചെയ്യാം. ബോട്ടം സൈഡ് കംപ്ലീറ്റ് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ നെറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നെറ്റിൻ്റെ 2 സൈഡും സ്റ്റിച്ച് ചെയ്തിട്ടുള്ള പോർഷൻ ഉണ്ട്. ഈ റോഡ് സ്റ്റിച്ച് ചെയ്യുന്ന പോർഷൻ്റെ ഉള്ളിലൂടെ കടത്തി വിട്ടതിന് ശേഷമായിരിക്കും എൻഡിൽ ഫിറ്റ് ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ അത് പിന്നെ രണ്ടാമത് അയക്കേണ്ടി വരും. ഓക്കെ, പിന്നെ ഇത് നമ്മൾ ഇപ്പോൾ വെച്ച് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ഇതിൻ്റെ ഒരു പൊസിഷൻ എങ്ങനെയാണ്. അപ്പോൾ ഇതിൻ്റെ ലെഗിൻ്റെ ബോട്ടം സൈഡിൽ ഇങ്ങനെ ഒരു പീസ് ഉണ്ട്, എൽ ഷേപ്പിലുള്ള. ഇത് 2 സൈഡിലുണ്ടാവും. ഇത് ബെഡിൻ്റെ ഇത് ഫിറ്റ് ചെയ്തതിന് ശേഷം ബെഡിൻ്റെ അടിയിലേക്ക് പ്രസ് ചെയ്ത് വെക്കുന്നതാണ് ഇതിൻ്റെ രീതി. അങ്ങനെയാണ്. വെയിറ്റുള്ള ബെഡാണെങ്കിൽ ഇതിൻ്റെ മുകളിൽ കറക്റ്റ് ചെയ്ത് നിന്നോളും. ഇത് ഇങ്ങോട്ട് എന്താ പറയുക, റെയിൽ ഇങ്ങോട്ട് പുറത്തേക്ക് പോകാതെ അത് ഇരുത്തിയോ. ഇതിന് കുറച്ച് ക്രൂ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കറക്റ്റ് ചെയ്ത് ഫിറ്റ് ചെയ്യുകയും വേണം. കുട്ടി എണീറ്റ് നടക്കുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ വെയിറ്റ് പിടിച്ച് ചെയ്യുന്നുണ്ടെങ്കിലോ മറിഞ്ഞു വീഴാനുള്ള ചാൻസ് ഉണ്ട്. അത് സ്ക്രൂ ചെയ്തിട്ടില്ലെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ,
നെറ്റിൻ്റെ ബോട്ടം സൈഡ് ഈ റാഡ് ഇതിൻ്റെ സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ ഇൻസേർട്ട് ചെയ്യണം. എന്നാലേ അത് കറക്റ്റ് അപ്പുറത്തെ ഭാഗത്ത് നമുക്ക് ഫിറ്റ്മെൻറ്റ് കറക്റ്റാക്കാൻ പറ്റും. നമ്മൾ മുഴുവൻ ഫിറ്റ് ചെയ്തതിനു ശേഷം ഇത് ഇൻസേർട്ട് ചെയ്യാൻ വിചാരിച്ചാൽ നടക്കില്ല. ഓക്കെ, എല്ലാവരും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ്. ആദ്യം ഇത് ഫിറ്റ് ചെയ്തതിനു ശേഷം ഈ നെറ്റ് ഇൻസേർട്ട് ചെയ്യുക എന്നുള്ളത്. ഇത് പിന്നെ ആദ്യം രണ്ടാമത് ഡിസ്പാൻഡ് ചെയ്ത് പിന്നെ ആദ്യം ഇൻസുലേഷൻ ചെയ്യേണ്ടി വരും. അത് ഒഴിവാക്കാനാണ് ആദ്യം പോലെ ചെയ്യേണ്ടത്. ഓക്കെ, ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഒരു പോർഷൻ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ അതേപോലെ തന്നെ താഴെ ബോട്ടം സൈഡ് ഫിറ്റ് ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ ടോപ്പ് സൈഡും കൂടി ഫിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഏകദേശം ഇൻസുലേഷനായി. ഓക്കെ, ഓക്കെ. അപ്പോൾ താഴെയും മേലെ ഒരേപോലെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് നമ്മൾ ഈ ഒരു പോർഷൻ സിബിളുടെ ഏരിയയാണ്. ഇത് ഇതിനെ കവർ ചെയ്തിട്ട് നമ്മൾ ഈ സിബ് ഇട്ട് കൊടുത്താൽ മതി. എന്നാൽ ഇത് ടൈറ്റ് ചെയ്ത് തന്നോളൂ. ഓക്കെ, ഇതേപോലെ തന്നെ അപ്പുറത്തെ സൈഡും. ഓക്കെ, ബെഡ് ഫിറ്റിങ്സ് മുഴുവൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതുപോലെ ബെഡിൻ്റെ അടിഭാഗത്തായിട്ട് ഇത് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിൻ്റെ ലെഗ് ഇതവിടെ നിന്നോളൂ, താഴത്ത് നിന്നോളൂ. ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താ വെച്ചാൽ നമ്മൾ ഇതിന് ആവശ്യമില്ലാത്ത സമയങ്ങളിൽ ഇത് ഒരു ക്ലിപ്പുണ്ട്, ഇത് പ്രസ് ചെയ്തിട്ട് താഴേക്ക് ചെയ്ത് ഇതുപോലെ നമുക്കിത് ക്ലോസ് ചെയ്ത് വെക്കാം. മാക്സിമം താഴെ വെക്കാം. അങ്ങനെയാണെങ്കിൽ സൗകര്യമായിട്ട് കുട്ടീനെ എടുക്കുകയോ കിടത്തുകയോ ഒക്കെ ചെയ്യാം. കിടത്തിയതിനു ശേഷം ഇതേപോലെ മുകളിലോട്ടേക്ക് വലിച്ചാൽ മതി. ഈ ഒരു ബോക്സിൻ്റെ കൂടെ ഇങ്ങനെ ഒരു ഐറ്റം കിട്ടും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബോട്ടം സൈഡും കട്ടിലിൻ്റെ രണ്ട് സൈഡും കവർ ചെയ്യുന്ന രീതിയിലുള്ള ബോക്സ് പീസ് വാങ്ങിയാൽ മാത്രമേ ഇതിൻ്റെ പ്രയോജനമുള്ളൂ. ഇതില്ലെങ്കിൽ ഇത് വെറുതെയാണ്. ഈ താഴ്ഭാഗത്തിൻ്റെ ഇതേപോലെ തന്നെ ഒരു എൽ ഷേപ്പിലുള്ളൊരു പീസും കൂടി ഇവിടെ ഫിറ്റ് ചെയ്യാൻ പറ്റും. അത് കണക്ട് ചെയ്യാനുള്ള ഒരു കണക്ടറാണിത്. ആ ഒരു പോർഷൻ പീസും കൂടി വാങ്ങിക്കഴിഞ്ഞാൽ ഇതിൻ്റെ കണക്ട് ചെയ്തിട്ടാണ് എക്സ്റ്റെൻഡ് ചെയ്യുക. അതിപ്പോൾ ഞാൻ വാങ്ങിയിട്ടില്ല. ഇത് കംപ്ലീറ്റ് ഫിറ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് നല്ലതാണോ എന്ന് നോക്കിയിട്ട് രണ്ടാമത് വാങ്ങാൻ വിചാരിച്ചില്ല. കുട്ടികളാകെ 8 മാസം ആയിട്ടുള്ളൂ. ഇപ്പോൾ എണീറ്റ് നടക്കില്ല. അപ്പോൾ ഒരു 2 മാസം കൂടി കഴിഞ്ഞാൽ ഇതിൻ്റെ ആവശ്യം വരും. കുട്ടികൾ എണീറ്റ് നടക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇതെന്തായാലും ക്ലോസ് ചെയ്യേണ്ടി വരും. അതിനുള്ളതാണ് കണക്ടറാണിത്. ഓക്കെ, ഇപ്പോഴത്തെ സാഹചര്യങ്ങളിൽ എല്ലാവരും ജോലിക്കാരാണ്. രാവിലെ കുട്ടീനെ ഉറക്കി കിടത്തി കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലുള്ള ബാക്കിയുള്ള കിച്ചൺ വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ കുട്ടി ഉറങ്ങിയിരിക്കണം. ഇല്ലെങ്കിൽ അതിന് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എല്ലാവരും ഫേസ് ചെയ്യുന്നുണ്ട്. അതിനുള്ള ഒരു നല്ലൊരു സൊല്യൂഷനാണ് ബെഡ് റെയിൽ. ഓക്കെ,